ശ്രീ കെ എൻ ബാലഗോപാൽ. സർ, വനിതകളുടെ കൂട്ടായ്മകൾ വഴി കൂടുതൽ കാർഷിക മേഖലയിൽ എന്തെല്ലാം ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ് സർ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ധാരാളം കൃഷിഭൂമികൾ ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. അതിനകത്ത് വനിതകളുടെ കൂട്ടായ്മ ശക്തമായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനും വാല്യൂ ആഡഡ് പ്രൊഡക്ഷനും മാർക്കറ്റിംഗ് വരെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് സാർ ഫ്ലോറിക്കൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അതുപോലെ ഇപ്പോൾ വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ രാജ്യത്ത് 85% വരെ എത്തനോൾ ചേർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രെയിൻ പ്രൊഡക്ഷനെ, ധാന്യങ്ങളുടെ പ്രൊഡക്ഷനെ ബാധിക്കാതെ ധാരാളം കൃഷിഭൂമികൾ നമ്മുടെ നാട്ടിൻപുറത്തുണ്ട്. ഈ ഗ്രെയിൻ പ്രൊഡക്ഷനെ ബാധിക്കാതെ എത്തനോൾ പ്രൊഡക്ഷൻ ഉൾപ്പെടെ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമുകൾ തയ്യാറാക്കുമോ? അതിന് പോർട്ടുകൂടി സാർ, വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെ പോർട്ടുകൂടി വന്ന സ്ഥിതിക്ക് ഹോർട്ടിക്കൾച്ചർ ആയാലും ഫ്ലോറിക്കൾച്ചർ ആയാലും അത് റെഫ്രിജറേറ്റഡ് ഗോഡൗൺസ് അടക്കമുള്ള കാര്യങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, കേരളത്തിലെ ബാരൻ ലാൻഡ് അത് മുഴുവൻ മാപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം വിളിക്കുകയും ആ യോഗത്തിൽ വെച്ചുകൊണ്ട് കൃഷി ചെയ്യാവുന്നതായിരിക്കുന്ന ചെയ്യാത്തതായിട്ടുള്ള ഗവൺമെൻറ് ലാൻഡ്സും അതുപോലെ പ്രൈവറ്റ് ലാൻഡ്സും അത് മുഴുവൻ മാപ്പ് ചെയ്യാനുള്ളതായ നിർദ്ദേശം കൊടുത്തു. ആ മാപ്പ് ചെയ്ത് ലഭ്യമായി കഴിഞ്ഞാൽ അടുത്ത മിഷൻ എന്നുള്ളത് നമ്മുടെ ഭക്ഷ്യകാര്യത്തിലുള്ളതായ സ്വയം പര്യാപ്തതയുടെ അടുത്തുവരെ എത്തുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ്. അതിലിത് പ്രധാനപ്പെട്ടതായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കും. സർ, ഉൽപ്പാദനം മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചു, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മുടെ കർഷകരെ, സർട്ടിഫിക്കേഷൻസിലേക്ക് നമ്മുടെ കർഷകരെ ഉയർത്തുകയും ആ വിളകൾ സൂക്ഷിക്കാനുള്ളതായിരിക്കുന്ന ഇടം നേരത്തെ സൂചിപ്പിച്ച് കോൾഡ് ചെയിൻ ബ്ലോക്സ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള സംവിധാനങ്ങൾ, വെയർഹൌസിംഗ് ഉണ്ട്. വെയർഹൌസിംഗ് സംവിധാനത്തിൽ ഉപയോഗിക്കാത്തതായിട്ടുള്ള മേഖലകൾ അതും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പുതിയതായിരിക്കുന്ന കോൾഡ് ചെയിൻ ബ്ലോക്സ് ഉൾപ്പെടെ വരും. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതായിരിക്കുന്ന സംവിധാനങ്ങൾ, എത്തനോൾ പ്രൊഡക്ഷൻ സംവിധാനത്തിന്റെ മേഖലകൾ ഉൾപ്പെടെ ധാന്യ വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അത് മുഴുവൻ കയറ്റുമതി ഉൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കും.